ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ മാൽപ്പേ ബീച്ചിലാണുള്ളത്. മാൽപ്പേ ബീച്ചിൻ്റെ എൻട്രിലേക്ക് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പാർക്കിംഗ് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്കിനി മാൽപ്പേ ബീച്ചിലേക്ക് ഇറങ്ങണം. ബീച്ചിൽ നിന്ന് നമ്മൾ പോകുന്നത് എവിടേക്കാണ്? സെൻറ്റ് മേരീസ് ഐലൻഡിലേക്കാണ് പോകുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയിട്ടുള്ളത്. നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് 4:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകണം. പക്ഷേ കറക്റ്റ് ടൈം ഇത് തന്നെയാണ്, കാരണം ആ ഒരു വെയിലൊക്കെ താന്ന ഒരു ടൈമാണിത്. അപ്പോൾ ഈ ഒരു ടൈമാണ് നമുക്ക് ബീച്ച് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമും. പാർക്ക് ചെയ്തെടുത്തു നമുക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ വേഗം അങ്ങോട്ടേക്ക് നടക്കുകയാണ്. 400 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. മാൽപ്പേ ബീച്ചിൽ നിന്ന് സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് ഒരാൾക്ക് പോകാൻ 400 രൂപയാണ്. നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്ത് ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആ ടൈമിൽ ബീച്ചിൻ്റെ സൈഡിൽ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ എന്തായാലും സെൻറ്റ് മേരീസ് ഐലൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ബോട്ട് അങ്ങ് ദൂരേന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കയറാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ബോട്ട് യാത്ര ഈവനിങ് ടൈം ആയതുകൊണ്ട് വെയിലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നല്ലതായിരുന്നു ബോട്ട് യാത്ര. ഒരു അരമണിക്കൂറാണ് മാൽപ്പേ ബീച്ചിൽ നിന്ന് സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് എത്താൻ വേണ്ടി അരമണിക്കൂർ ബോട്ട് യാത്രയാണുള്ളത്. ഇപ്പോൾ ലക്ഷദ്വീപിലും മാലദ്വീപിലും ഒക്കെ പോകാൻ പറ്റാത്തവർക്ക്, അത്ര എക്സ്പെൻസ് കൊടുത്ത് പോകാൻ പറ്റാത്തവർക്കൊക്കെ വന്ന് ചെറിയൊരു ബഡ്ജറ്റിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ സെൻറ്റ് മേരീസ് ഐലൻഡ്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സെൻറ്റ് മേരീസ് ഐലൻഡിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ദൂരെ നോക്കുമ്പം തന്നെ തെങ്ങിൻ തോപ്പ് പോലെ ഉണ്ടായിരുന്നു അല്ലേ, കുറേ തെങ്ങാണെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ മരങ്ങളായിട്ട് അവിടെ ഉണ്ടെങ്കിൽ തെങ്ങാണുള്ളത്. പിന്നീട് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ കല്ലുകളാണ്. കല്ലുകളില്ലാത്ത സ്ഥലത്തെല്ലാം തെങ്ങുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിന് പകരം, നമ്മൾ കടൽ തീരത്തെല്ലാം മണ്ണാണല്ലോ, പക്ഷെ അതിന് പകരം ഇവിടെ ഫുൾ ഷെല്ലാണ്. പല ആകൃതിയിലും കളറിലും ഉള്ള ഷെല്ലുകളാണ് ഫുള്ളുള്ളത്. പക്ഷെ നമുക്കത് വാരിയെടുത്ത് പോകാനൊന്നും പറ്റില്ല. ഇവിടെ വെൽക്കം ടു സെൻറ്റ് മേരീസ് ഐലൻഡ് എന്നൊക്കെ പറഞ്ഞ് ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്നാക്സ്, ഐസ്ക്രീം അങ്ങനെയുള്ള ചെറിയ ചെറിയ ഷോപ്സും അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഇരിക്കാൻ വേണ്ടി കുറേ സെറ്റിങ്സ്, ചെയർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് രാവിലെ വരേണ്ടവർക്കാണെങ്കിൽ രാവിലെ വന്നിട്ട് അങ്ങനെ ടൈം റെസ്ട്രിക്ഷനൊന്നുമില്ല. വന്ന ബോട്ടിൽ തന്നെ തിരികെ പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വന്നിട്ട് നമുക്ക് എത്ര നേരം വേണമല്ലോ, വൈകിട്ട് ഒരു 6:30 വരെയാണെന്ന് തോന്നുന്നു ടൈമിങ്. ആ ഒരു ടൈമിംഗ് വരെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റി നല്ലൊരു സ്ഥലമാണ്. ഈവനിങ് ടൈം തന്നെയാണെന്ന് തോന്നുന്നു ബെറ്റർ, കാരണം വെയിലും ഒന്നുമില്ലാതെ നമുക്ക് സമാധാനമായിട്ട് ആ കടൽ തീരത്ത് ആ കല്ലിലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പോൾ തിരമാലകളൊക്കെ വന്ന് നമ്മുടെ കാലിലേക്ക് ഇങ്ങനെ അടിച്ച് നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് അവിടെ. ആർക്കാണല്ലേ ബീച്ച് ഇഷ്ടമല്ലാത്ത? എല്ലാവർക്കും ബീച്ചിൽ വന്നിരിക്കാനും കടലിലെ വെള്ളത്തിൽ ഇറങ്ങാൻ താല്പര്യം ഇല്ലാത്തവർക്ക് പോലും ആ ബീച്ചിൻ്റെ തീരത്തൊക്കെ ഇരിക്കാൻ നല്ല ഇഷ്ടമാണല്ലേ. പ്രത്യേകിച്ചും ഈ സൂര്യാസ്തമയ സമയമാകുമ്പോൾ പ്രത്യേക ഒരു സൗന്ദര്യമാണ് ബീച്ചിനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളും അതുപോലെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു, കുറേ നേരം. പക്ഷെ നമുക്കിതിൽ ഇറങ്ങി കുളിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇതിനകത്തിൽ നമുക്ക് കാല് നനയ്ക്കാനും കളിക്കാനും ഒക്കെ പറ്റും, പക്ഷേ നമുക്കതിലേക്ക് ഇറങ്ങി മുങ്ങി കുളിക്കാനൊന്നും പറ്റില്ല. ഈ പാറകളിലൊക്കെ കയറിയിരിക്കാനും അവിടെ കുറേ നേരം, നമുക്ക് എത്ര നേരം വേണേലും അവിടെ ഇരിക്കാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളുടെ ബോട്ട് വരാൻ 6:30 ആയി, ലാസ്റ്റ് ബോട്ടിൻ്റെ ടൈമൊക്കെ ആയെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തു. അപ്പോൾ നമ്മളെന്തായാലും അവിടെ നിന്ന് ഐസ്ക്രീമും ഒരു ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് നമ്മളിതേ നമ്മുടെ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതേണ്ട അതാണ് നമ്മുടെ ബോട്ട്. അപ്പോൾ ആ ബോട്ടിൽ കയറാൻ നമുക്കിനിയും കയറിയിട്ട് നമുക്ക് അപ്പുറത്ത് മാൽപ്പേ ബീച്ചിലേക്ക് പോകാം. സൂര്യാസ്തമയമായി ആ കറക്റ്റ് ടൈമിലാണ് നമ്മൾ ഇവിടുന്ന് റിട്ടേൺ പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ തിരിച്ച് മാൽപ്പേ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ബീച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കറക്റ്റ് ടൈമിൽ തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആ സമയത്ത് എല്ലാവരും പട്ടമൊക്കെ പറപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ഒരു പട്ടം വാങ്ങിച്ചു. 50 രൂപയായിരുന്നു പട്ടത്തിന്. അതിൻ്റെ കൂടെ നല്ല ലോങ് ആയിട്ടുള്ളൊരു നൂലും നമുക്കവർ തരുന്നുണ്ടായിരുന്നു. ബീച്ചിൽ അവിടെ വേറെ ക്യാമൽ റൈഡിങ്, ഹോഴ്സ് റൈഡിങ്, ആ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ബീച്ചിൽ പോയപ്പോൾ ഹോഴ്സ് റൈഡിങ് എല്ലാം ചെയ്തുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ അതിലേക്കൊന്നും പോയില്ല, കാരണം നമുക്ക് ടൈമും ഉണ്ടായിരുന്നില്ല. കാരണം അടുത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകേണ്ടതുകൊണ്ട് അതിനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഉടുപ്പിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ചെറിയ ബഡ്ജറ്റിലൊരു ഐലൻഡ് കാണണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഈ ഉടുപ്പിക്കടുത്തുള്ള നമ്മുടെ മാൽപ്പേ ബീച്ചിലേക്ക് വരിക. അവിടുന്ന് സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് പോയി കാണുക. അതുകൊണ്ട് മഴ സമയത്തൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു
നമ്മുടെ സെൻറ്റ് മേരീസ് ഐലൻഡ് യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തായാലും കുറച്ച് നേരം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണ്. പട്ടമൊക്കെ പറത്തി ഇവിടെ ഒരു അതുകൂട്ട് തന്നെ അടുത്ത് കുറച്ച് ചെറിയൊരു ഷോപ്പിങ്ങിനുള്ള ഏരിയ ഉണ്ട്. അവിടെ പോയി നമുക്ക് ഷോപ്പിംഗ് നടത്താവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.